ബാക്ക്. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വോൾവോ സ്ലീപ്പർ ബസ്സും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ട്രക്കും കൊണ്ട് ഇനി വരുന്നതായിരിക്കുന്നു. അപ്പോൾ അതേ കഴിച്ച് നമ്മുടെ ഭാരത് ബൻസിൻ്റെ ട്രക്കും കൊണ്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി അങ്ങ് എടുത്തേക്കാം കേട്ടോ. നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ വണ്ടിയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് കുറച്ചധികം ദൂരം പോകാനുള്ളതുകൊണ്ട് നമ്മൾ നേരെ ഇവിടുന്ന് നേരത്തെ ഇറങ്ങുകയാണ്. ഈ സാൻഡെല്ലാം കൂടെ ഒരു സ്ഥലത്ത് കൊണ്ട് ഇറക്കണം കേട്ടോ. അതിപ്പോൾ റോഡ് പണി നടക്കുകയാണ് അവിടെ പാതി വെച്ചിട്ട്. അതുകൊണ്ട് ഈ വീഡിയോ പാതിയെ കാണുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പാതി ഉള്ളായിരുന്നു അല്ലേ. അപ്പോൾ അപ്പോഴാണ് ഞാൻ ഫ്രണ്ടിലോട്ട് പോയപ്പോഴാണ് ഗൈസ് അവിടെ റോഡില്ലെന്ന് അറിഞ്ഞത്. ഞാൻ അവിടെ നിന്നൊരു നമ്മുടെ വോൾവോ കൊണ്ട് പോയപ്പോഴേ ഞാൻ വീഡിയോ എടുത്തു വെച്ചെന്ന്. പക്ഷേ അവിടുത്തെ അങ്ങോട്ട് പോയപ്പോഴാണ് റോഡില്ലെന്നുള്ള കാര്യം അവിടുത്തെ ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് പറയുന്നത്. അവിടെ റോഡ് പണി നടക്കുകയാണ്, ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ലാന്ന്. അപ്പോൾ 8ൻ്റെ പണിയായിരുന്നു എനിക്ക് കിട്ടിയത്. 8ൻ്റെ അല്ല 16ൻ്റെ പണിയാണ് എനിക്ക് കിട്ടിയത്. കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ എന്താ പറഞ്ഞാലും നമ്മളതാ നേരെ വണ്ടി എടുത്തങ്ങ് പോവാണ്. അപ്പോൾ അതാ വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ഈ റോഡിൽ അത്ര കംഫർട്ടബിൾ ഫീൽ ചെയ്യില്ല. കാരണം അങ്ങോട്ട് ഇനി പോകുമ്പോഴേ കംഫർട്ടബിളൊക്കെ വരുള്ളൂ. അപ്പം അങ്ങോട്ട് പോകുമ്പോൾ ഇത്തിരി നല്ല റോഡല്ലേ, നിരപ്പാക്കിയുള്ള റോഡാണ്. പക്ഷേ ഇവിടെ ആണെങ്കിൽ ഭയങ്കര കുണ്ടും കുഴിയും ഭയങ്കര പെട്ടെന്ന് ആടുന്നു കേട്ടോ വണ്ടി. ഭയങ്കര ആടലൊക്കെ ഉണ്ട്, ഭയങ്കര ആടി അങ്ങ് പോകുന്നത്. പക്ഷേ നമ്മുടെ വോൾവോ അതുപോലെ അല്ലായിരുന്നല്ലോ. നമ്മൾ ഇതിലെ കൂടെയൊക്കെ ചീറിപ്പാഞ്ഞാണ് പൊക്കുന്നത്. വോൾവോ ഞാൻ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ നിന്ന് എടുത്ത് വെച്ചിട്ട് പക്ഷേ ബോറായതുകൊണ്ട് ഞാൻ പിന്നെ ഇട്ടില്ല കേട്ടോ. കാരണം നിങ്ങളെ ബോറടിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് പിന്നെ നിങ്ങൾക്ക് കാണാനും ഒരു ഇത് കാണില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ നമ്മൾ ആ ഒരു വീഡിയോയ്ക്ക് പകരം നമ്മൾ ഈ ഒരു വണ്ടിയും കൊണ്ട് ഓഫ് റോഡിന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് റിസ്കി റോഡ്. അത് വളവും തിരിവുള്ള ഒരു ചെറിയ റിസ്കി റോഡെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഇത് റിസ്കി റോഡെന്നൊന്നും പറയാൻ പറ്റില്ല. നല്ല ഭയങ്കര റിസ്ക്കിയാണ്. അൾട്രാ റിസ്കി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. കാരണം ഇത്തിരി പാടാണ് കേസിയിലെ കൂടെ ഒക്കെ ഓട്ടിച്ചുകൊണ്ടൊക്കെ പോകാനേ. സ്കില്ല് അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ വണ്ടി പപ്പടവും നിങ്ങൾ ചിന്നിച്ചിത്തറും. അടിപൊളിയായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു ഫണ്ണടിച്ചാണോ നിങ്ങൾ അത് സീരിയസ് പേഴ്സണലായിട്ട് എടുക്കരുത്. അപ്പോൾ നമ്മൾ നേരെ വണ്ടി എടുത്ത് ഇവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ ഒരു ചായക്ക് കുടിക്കാം. പക്ഷേ ചായ കുടിക്കാൻ ഇവിടെ ആരും ഇല്ല ഗൈസ്. ഭയങ്കര വിഷമമായിപ്പോയി. ഞാൻ ഒരാൾക്കാരെ വിളിച്ചു, അപ്പോൾ അവരൊന്നും വന്നില്ല ഗൈസ്. എൻ്റെ കൂടെ വരാൻ അവന്മാർക്ക് പേടിയാത്ര ഗൈസ്. നമ്മളവിടെ പേടിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മളവന്മാരെ കൊണ്ടുവരുന്നത് നമ്മൾ നെക്സ്റ്റ് ടൈം നമുക്ക് ഒരാളെ അവിടെ കൊണ്ടുവരണം കേട്ടോ. അതാ ഗൈസ് വിഷമം. ഒരാളെ അവിടെ കൊണ്ടുവരണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. അതെന്ത് കഷ്ടമല്ലേ. ഇനിയുള്ള നമ്മളെല്ലാ വീഡിയോയിലും ഒരാളൂടെ കാണും കേട്ടോ, അത് ഉറപ്പാണ്. ഇല്ലെങ്കിൽ ഞാൻ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ഒരാളൂടെ നമ്മളെ ഒരു വീഡിയോ വേണ്ടേ ഗൈസ്. അതുകൊണ്ടാ ഒരാളൂടെ നമ്മളെ വീഡിയോയിൽ ഇനി കാണും കേട്ടോ. അതിനി 100% ഞാൻ ഉറപ്പ് വരികയാണ്. എന്താ പറയുക, നമ്മൾ ഒരു വീഡിയോയിൽ ഇനി ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇപ്പം നമ്മുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സ് കാണും. എല്ലാ വീഡിയോയിലും ഓരോരോ ഫ്രണ്ട്സ് വെച്ച് വരും കേട്ടോ. ഞാനിപ്പോൾ അവന്മാരെല്ലാം വിളിക്കണം ഗൈസ്. കാരണം അവന്മാർ ഭയങ്കര ടെററാണേ. അവന്മാരടുത്ത് നമുക്കിനി പറയണം ഗൈസ് വേറെ വീഡിയോ എടുക്കാനൊക്കെ. അവന്മാർ ഭയങ്കര ധൈര്യമുള്ളവന്മാരല്ലേ. നമുക്ക് അവന്മാരെ കൊണ്ടുവന്ന് വരാം ഗൈസ്. വൈബായിരിക്കില്ലേ. അപ്പോൾ അതാ നമ്മൾ നേരതായി ഈ കയറ്റമൊക്കെ നമ്മുടെ വണ്ടി പൂ പറിക്കുന്ന രാഘവനെ പോലെ കയറി പോകുന്നുണ്ട്. വലിയ സീനൊന്നും ഇല്ലാത്ത രീതിയിലാണ് കേട്ടോ നമ്മൾ വണ്ടി കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എവിടെ ചെന്ന് കുത്തനെ താഴോട്ട് വീഴുന്നതെന്ന് അറിഞ്ഞുകൂടാ ഗൈസ്. വണ്ടിയുടെ ഗ്ലാസ് പൊടങ്ങാൻ കേട്ടോ. കാരണം ഇതിൻ്റെ ഇത് ഏതാ വണ്ടി മോഡൽ BMR എൻ്റെ പൊന്നെ ഭാരത് ബെൻസ് കേട്ടോ. ഭയങ്കര വിലയാണ് അതിനൊക്കെ. അപ്പോൾ ഇതെൻ്റെ സ്വന്തം വണ്ടി തന്നെയാണ്, ആരും തെറ്റിദ്ധരിക്കരുത്. ഇതെൻ്റെ സ്വന്തം വണ്ടിയാണ്, എൻ്റെ സ്വന്തം കാശിന് പുത്തൻ പണിന്ന് എടുത്ത വണ്ടി. അപ്പോൾ ഗൈസ് നമ്മൾ നെക്സ്റ്റ് ടൈം ഉണ്ടല്ലോ ഒരു ബസ്സും ഒരു ചേസും ഇറക്കുന്നതായിരിക്കും കേട്ടോ. അത് അധികം താമസിച്ച് നമ്മൾ ഇറക്കും. ബസ്സും ചേസും ഒരു പുതിയ കാറും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ ഇറക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മളിങ്ങനെ ഈ ഓഫ് റോഡ് ഇങ്ങനെ പോകുന്നിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ നിങ്ങൾക്കും ബോറടിക്കും എനിക്കും ബോറടിക്കും. അപ്പം പുതിയ കണ്ടൻസ് ആവുമല്ലോ. പിന്നെ പുതിയൊരു ചേസ് എടുക്കുന്നുണ്ട് നമ്മൾ. അതിൻ്റെ ഉടനെ ഒരു വീഡിയോ വരും. അപ്പോൾ ഈ വീഡിയോ ഞാൻ വെളിയിരുന്നാണ് എഡിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്ര കാറ്റിൻ്റെയൊക്കെ സൗണ്ട്. ഈ വീഡിയോ ഫുള്ളും കാറ്റിൻ്റെ സൗണ്ടായിരിക്കും. അപ്പം മാക്സിമം നിങ്ങൾ ക്ഷമിക്കാം കാരണം അപ്പോൾ ഇവിടുന്ന് ഒരു വളവുണ്ട്. കുഴപ്പമില്ല, നമുക്ക് പോവാം. സീനില്ല. അത് ഇനിയിപ്പോൾ സീനാവുമെന്നും എനിക്ക് അറിഞ്ഞൂടാ. സീനില്ലാതെ നമ്മൾ പോകുന്നുണ്ട്, കുഴപ്പമില്ല. എവിടെ ചെന്ന് കുത്തനെ താഴോട്ട് വീഴുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എന്താ പറഞ്ഞാലും കുഴപ്പമില്ല ഗൈസ്, നമുക്കങ്ങ് പോയേക്കല്ലേ. വേറെ കുഴപ്പമൊന്നുമില്ലാത്തൊരു രീതിയിൽ ഈ വളവ് വളച്ചെടുക്കണം. പടച്ചോനെ അത് സ്കില്ലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞ സ്കില്ലായിരുന്നു കേട്ടോ. അത് ഭയങ്കര സ്കില്ലായിരുന്നു കേട്ടോ. അതെന്തുവാടെ ഞാനവിടെ നല്ലപോലെ ഒടിച്ചെടുത്തിട്ടും വണ്ടി അത് അപ്പുറത്തെ ട്രാക്കിലോട്ട് കയറിപ്പോയി. ഞാനിപ്പോൾ ഫുള്ള് അപ്പുറത്തെ ട്രാക്കാണ് പിടിക്കുന്നത്. കണ്ട അമ്മ വണ്ടി മറിഞ്ഞ് എൻ്റെ പൊന്നി ഗൈസ് വണ്ടി എന്തുവാടേ. എൻ്റെ പൊന്നെ ഒരു
മുറ്റത്ത് ഒരു അങ്ങോട്ടും തിരിഞ്ഞു വരുന്ന ഈ വണ്ടി കൊക്കെ കിടന്നാണ്. അടിപൊളിയായിരുന്നു. കുഴപ്പമില്ല. അപ്പം നമ്മൾ നേരെ അങ്ങ് പോവാണ് കേട്ടോ. ഇവിടുന്ന് അധികം ദൂരമില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അധികം ദൂരമില്ലെന്ന് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ കുറച്ചുകൂടെ ഉള്ളൂ. കാരണം ഈ ഒരു സാൻഡ് പാതി വെച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അറിയാമല്ലോ, ഇതിപ്പം സാൻഡ് കൊണ്ടല്ല നമ്മൾ കൊണ്ടുപോകണം. ജസ്റ്റ് ഒരു ഓഫ് റോഡിന് പോകുന്നത് കൂട്ടിയാൽ മതി. അപ്പം നേരെ നമ്മൾ വണ്ടി ഇവിടുന്ന് ഓട്ടിച്ചങ്ങ് പോവാണ്. വണ്ടി ഇതിലെ കൂടെയൊക്കെ നമ്മൾ ഇൻറ്റീരിയർ വ്യൂ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി കൊക്കെ കിടക്കും, അത് ഉറപ്പാണല്ലോ. അതുകൊണ്ട് നമുക്ക് എക്സ്റ്റീരിയർ വ്യൂ ഇടുന്നതായിരിക്കും നല്ലത്, സേഫ്. വണ്ടി ഇവിടെ കയറി ഇടിച്ചു. നമുക്ക് മാക്സിമം ഓക്കെ നമ്മളതാ നേരെ വണ്ടി എടുത്തങ്ങ് പോവാണ്. എന്ത് കഷ്ടമാണ് നോക്കണേ ദൈവമേ. നമുക്ക് ഇവിടുന്ന് ഇവന്തുവാണ് ഇവിടെ കിടന്ന് കാണിക്കുന്നവൻ? ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് എന്തിനാ കാണിക്കുന്നവൻ കിടന്ന്? അവൻ അവിടെ ചായ കുടിക്കാൻ വേണ്ടി റെസ്റ്റ് എടുത്തിരിക്കും. കുഴപ്പമില്ല, അവൻ അവിടെ കിടന്ന് റെസ്റ്റ് എടുക്കട്ടെ. നമുക്ക് അങ്ങോട്ട് പോയേക്കാം. ഭയങ്കര ഡേഞ്ചറസ് റൂട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ ഡേഞ്ചറൊക്കെ നമുക്ക് വേണമല്ലോ ഗൈസ്. നമുക്ക് ഡേഞ്ചറൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഒരു വളവ് വരുന്നുണ്ട്. പണി കിട്ടുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പണി പാലില്ല ഭാഗ്യം എന്ന് വെച്ചാൽ പണിപ്പാലും വെള്ളത്തിൽ കിട്ടിയെന്ന്. കുഴപ്പമില്ലാതെ പോവാം. എൻ്റെ ഗ്ലാസ് അവിടെ കയറി ഉടഞ്ഞോ എന്നൊരു സംശയം. കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ലാതെ പോവാം. മഴ തുടങ്ങി. ഇവിടെ നമ്മൾ സ്ലോ ചെയ്തില്ലെങ്കിൽ നമ്മൾ പാതാളത്തിലോട്ട് പോകും. എൻ്റെ പള്ളി ഗായ്സ്, അതൊക്കെ പ്രൊഫഷണൽ ആയതുകൊണ്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ കൊക്കെ കിടന്നാലേ ഞാൻ. കുഴപ്പമില്ല, എൻ്റെ വണ്ടി എന്നെ ചതിക്കൂലെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ പ്രാർത്ഥിച്ചൊക്കെ വണ്ടി പിടിച്ചതുകൊണ്ടായിരിക്കണം. ഗണപതി കൂടെ ഉണ്ട് കേട്ടോ, അതാണ്. ഓക്കെ ദൈവമേ അതുകൊണ്ടാണേ. ഓക്കെ, നമ്മളെന്താ നേരെ വണ്ടി ഓടിച്ചിങ്ങോട്ട് പോവാണ്. വണ്ടിക്ക് ഹെൽത്തിൻ്റെ ഒരു സെൻസറൊക്കെ ഉണ്ട് കേട്ടോ. 94% ഹെൽത്തുണ്ട്. ഭാരത് ബെൻസിൽ കൊണ്ട് വീണ്ടും സർവീസ് ചെയ്യണം കേട്ടോ. ബോഡിയൊക്കെ നല്ല വിലയാണ്. ഓക്കെ, അപ്പം നമ്മളിത് അതെന്തുവാടേ ഗായ്സ്, ഇവിടെ കയറി വണ്ടി പണി പാളി. സുമതി വളവ് വെച്ച് നമ്മുടെ വണ്ടി ഇടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പണിയായിരിക്കുന്നു. നമുക്കിവിടുന്ന് വണ്ടി ഒരുപാട് ഭാരത് ബെൻസ് ശ്രദ്ധിക്കൂല എന്നുള്ള പ്രതീക്ഷയിൽ നോക്കട്ടെ. ദൈവമേ കാത്തോളണേ. കയറ് വണ്ടി. എന്തു പറ്റി? ഓക്കെ, റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ട്രക്കുണ്ട്. എനിക്ക് പാര തരാനായിട്ട് നിൽക്കല്ലേ, നടന്നു തന്നെ. ഞാൻ പോയിട്ട് നിങ്ങളിവിടെ കിടന്ന് കഥകളി കളിക്കോ ഒളിച്ചൊളി കളിക്കോ എന്തിനാ കാണിയത്? ഞാൻ പോട്ട്. ഓക്കെ, ഏകദേശം നമുക്കിവിടെ വെയിറ്റ് ചെയ്ത് സമയം കളയാൻ പറ്റില്ലല്ലോ. ഓക്കെ, അതാ അടുത്തത്. എടാ ഫോർച്യൂണർ ഇന്നോവ ക്രിസ്റ്റക്കാരാ നിനക്ക്? എന്താടാ ഇന്നോവ ക്രിസ്റ്റ നമുക്ക് ഇങ്ങോട്ട് ഇടിച്ച് കൊക്കരോട് കളിയാലോ ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചെറിയ 6 ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം ചെറിയ വീഡിയോ ഇട്ട് തരാം. സോ ബൈ ഗൈസ്.